വടകര കണ്ണൂക്കരയിലെ മാടാക്കര പള്ളിയിൽ ഇരുവിഭാഗം ചേർന്നുകൊണ്ട് വലിയ സംഘർഷം. മുസ്ലിം ലീഗിൻ്റെ കുറച്ച് പ്രവർത്തകരും പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേരിതിരിഞ്ഞുകൊണ്ടുള്ള ഒരു സംഘർഷമാണ് സത്യത്തിൽ ഇവിടെ നടന്നത്. കഴിഞ്ഞ 1.5 വർഷം മുന്നേ നേരത്തെ ഉണ്ടായിരുന്ന ഒരു മഹല്ല് കമ്മിറ്റിയെ മാറ്റുകയും പുതിയ മഹല്ല് കമ്മിറ്റിയും അതോടൊപ്പം തന്നെ പുതിയ ഹത്തീബിനെയും നിയോഗിക്കുകയും, എന്നാൽ ആ ഹത്തീബിൻ്റെ താല്പര്യമില്ലാത്ത, അതേപോലെ തന്നെ മഹല്ല് കമ്മിറ്റിയിൽ അഴിമതി നടന്നിട്ടുണ്ട്, സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വിഷയമാണ് ഗുരുതരമായ ഒരു ലാത്തി ചാർജും അതോടൊപ്പം തന്നെ പള്ളിയിൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ബൂട്ടിട്ട് കയറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കിയത്. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പള്ളിയിൽ ബൂട്ടിട്ട് കയറിയപ്പോൾ 1-2 പോലീസ് ഉദ്യോഗസ്ഥൻ കയറി എന്നതിനപ്പുറത്ത് ബാക്കി മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരും വളരെ കൃത്യമായി ഷൂസ് അഴിച്ചതിന് ശേഷമാണ്, വളരെ മാന്യമായാണ് പള്ളിയിൽ കയറിയത്. ഏതോ ഒരു കൃത്യമായ താല്പര്യത്തോടു കൂടിയോ അല്ലെ മാനസിക വൈകല്യമോ അല്ലെങ്കിൽ കൃത്യമായ ദുരുദ്ദേശമുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ ബൂട്ടിട്ട് കയറിയത് എന്ന് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു. കാരണം ആരാധനാലയങ്ങളിൽ എങ്ങനെയാണ് ഒരു പോലീസ് ആരാധനാലയത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പോലീസുകാരൻ്റെ പ്രോട്ടോക്കോളിന് അല്ലെങ്കിൽ ഓരോ പോലീസുകാരനും നേരത്തെ വളരെ കൃത്യമായ ട്രെയിനിങ്ങും കൃത്യമായ നിർദ്ദേശങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടാവണം. എന്നാൽ ഇത് ബോധപൂർവം കയറിയതാണ്. എന്നാൽ അതിനേക്കാൾ വലിയ ഗുരുതരമായ വീഴ്ച ഇവിടെ 2 വിഭാഗങ്ങളായി ചേരിതിരിഞ്ഞുകൊണ്ട് പള്ളിക്കകത്ത് കാണിച്ച അതിക്രമവും കയ്യേറ്റവുമാണ്. ഒരു നബിദിനത്തിൽ തന്നെ ഇത്തരത്തിലുള്ള അങ്ങേയറ്റം നെറികെട്ട പ്രവർത്തനം നടത്തിയ ആളുകളെ കൃത്യമായി ഇവരൊക്കെ ഏത് ദീനിനെയാണ് അല്ലെങ്കിൽ ഏത് വിശുദ്ധമായ ദിവസത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നുകൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഇതിൽ മുസ്ലിം ലീഗിന് വളരെ കൃത്യമായി പങ്കുണ്ട് എന്ന് നമ്മൾ കൃത്യമായി പറയേണ്ടിയിരിക്കുന്നു. കാരണം 1.5 വർഷം മുന്നേ ഇവിടെ പാണക്കാട് തങ്ങളുടെ നേതൃത്വത്തിൽ രമ്യമായി പരിഹരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അതോടൊപ്പം തന്നെ 2000 പള്ളിയുടെ ഖാദി എന്നൊക്കെ സ്വയം അവകാശപ്പെടുന്ന ആളുകൾക്കും ഇതിൻ്റെ വിഹിതം, ഇത്തരത്തിൽ കാണിച്ച ഏറ്റവും തോന്നിവാസത്തിൻ്റെ വിഹിതം അവർക്കുമുണ്ട്. കാരണം കേവലം ഞാൻ 2000 പള്ളിയുടെ ഖാദിയാണ് എന്ന് പറഞ്ഞ് വീമ്പ് പറയുക എന്നതിനപ്പുറത്ത് ഓരോ മഹല്ലും എങ്ങനെയാണ് നടന്നു പോകുന്നത്, അവിടെ ഇത്തരത്തിലുള്ള അഴിമതിയും അതോടൊപ്പം സ്വജനപക്ഷപാതവും നടക്കുന്നുണ്ടോ, അവിടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി പള്ളികളെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് കൃത്യമായി അന്വേഷിക്കേണ്ടതും കൃത്യമായി മനസ്സിലാക്കേണ്ടതും ഈ പറയുന്ന 2000 പള്ളിയുടെ ഖാദിമാരുടെ ഉത്തരവാദിത്വവും കൂടിയാണ്. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ മലബാർ ജില്ലയിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള പള്ളികൾ തല്ലുകൂടലും അതോടൊപ്പം തന്നെ പള്ളി പൂട്ടിക്കുന്നതുമായ പല സംഭവ വികാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുന്നേ വടകരയിൽ തന്നെ പതിയാരക്കരയിൽ മുല്ലത്തുകര എന്ന് പറയുന്ന ഒരു പ്രദേശത്തും ഈ രീതിയിൽ APEK തർക്കം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ശക്തമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതേപോലെയുള്ള സംഭവ വികാസമാണ് വടകര കണ്ണൂക്കരയിൽ ഉണ്ടായത്. ഇതിനു മുന്നും ഇതേ ഒരു സംഭവ വികാസം കഴിഞ്ഞ ഏതാനും ഒരു വർഷങ്ങൾക്ക് മുന്നേ, 1-2 വർഷം മുന്നേ കണ്ണൂരും ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൃത്യമായി ഇത്തരത്തിൽ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സമസ്തയുടെ കീഴിലുള്ള മുസ്ലിം ലീഗിൻ്റെ ഉൾപ്പെടെയുള്ള അതുപോലെ മറ്റ് ചില ആളുകൾ കൃത്യമായി പല അവസരത്തിലും ഇത്തരത്തിൽ ഓരോ വർഷം തോറും ഇതൊരു ആഘോഷം പോലെ കൃത്യമായ പ്രശ്നങ്ങൾ പള്ളിക്കകത്തുണ്ടാക്കുകയും അവിടെ പോലീസിനും അതോടൊപ്പം തന്നെ മീഡിയസിനും കയറിനിറങ്ങാനുള്ള ഒരു സാഹചര്യമാണ് സത്യത്തിൽ ഉണ്ടാകുന്നത്. ഇത്തരം കാഴ്ചകൾ സ്ഥിരമായിട്ടും എന്തുകൊണ്ടാണ് മഹല്ല് അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിലെ ഇത്തരം മതസംഘടനകൾ ഇത്തരം കാര്യങ്ങൾ വളരെ അവധാനതയോടുകൂടി കൈകാര്യം ചെയ്തില്ല എന്നുകൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഇവരൊക്കെ ഏത് ദീനിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാട് ആളുകൾ തലയിൽ കെട്ടും തൊപ്പിയൊക്കെ ഇട്ട് വെച്ചുകൊണ്ട് പള്ളിക്കകത്ത് നിന്നുകൊണ്ട് പ്രശ്നമുണ്ടാക്കുമ്പോൾ അവിടെ വാക്ക് തർക്കവും അതോടൊപ്പം തന്നെ കയ്യേറ്റവും നടത്തുന്ന നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരു വിഭാഗം ഇത്തരം വിഷയങ്ങളിൽ നിന്ന് മാറി നിന്നാൽ ഇത്രയും വലിയൊരു സംഘർഷം ഉണ്ടാവുമായിരുന്നില്ല. ഇസ്ലാം സമാധാനമാണ്, അതോടൊപ്പം തന്നെ സഹവർത്തിത്വമാണ് എന്നൊക്കെ പറയുമ്പോഴും
സ്വയം സമുദായത്തിനിടയിൽ ഇത്തരത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പള്ളിക്കകത്ത് പോലും ഇത്തരത്തിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഏത് ദീനിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പോലെയുള്ള ആളുകൾ മഹലിൽ ഇത്തരം എന്ത് ക്വാളിഫിക്കേഷനാണ് ഇവരെ മഹല്ല് പ്രസിഡന്റ് സെക്രട്ടറിമാരും അതോടൊപ്പം തന്നെ മഹല്ല് കമ്മിറ്റി അംഗങ്ങളാക്കി നിയോഗിക്കപ്പെടുന്നത്? എവിടെയാണ് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ, പള്ളികൾ വരുമ്പോൾ ഇവരുടെ സമാധാനവും ഇതൊക്കെ പട്ടി ചന്തക്ക് പോകുന്നത് പോലെ എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് മനസ്സിലാവാത്തത്. എന്നാൽ RSSകാരുടെ കാര്യത്തിലും മറ്റുള്ള ആളുകളുടെ കാര്യത്തിലും സംഘപരിവാരത്തിന് വേദി കൊടുക്കുന്ന കാര്യത്തിലും അതേപോലെ മറ്റൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഇസ്ലാമും സമാധാനവും സഹവർത്തിത്വവും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്നാൽ പള്ളിക്കകത്ത് എന്തെങ്കിലും നിസ്സാരമായ കാര്യത്തിന് വേണ്ടി, ഒരു ഹത്തീബിൻ്റെ സ്ഥാനത്തിന് വേണ്ടി, ഒരു ജുമാ കുത്തുബ നടത്തുന്നതിന് വേണ്ടി ഇത്തരത്തിൽ കയ്യേറ്റം നടത്തുകയും പള്ളികൾ പൂട്ടിക്കുകയും ചെയ്യുന്ന വിവരമില്ലാത്ത കുറേ ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇതൊരു നിരന്തര സംഭവമായിട്ടും ഇതിനെതിരെ ക്രിയാത്മകമായി മതസംഘടനകൾ പ്രവർത്തിക്കുന്നില്ല എന്നതും വലിയ ഖേദകരമായ കാര്യം തന്നെയാണ്.